സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് സ്റ്റഡി ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദിയിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഓപ്ഷൻസ്: ലോകം, വെളിച്ചം, വചനം, മനുഷ്യൻ. ഇതിന് ശരിയുത്തരം വചനം. അടുത്ത ചോദ്യം: വചനം ആദിയിൽ ആരോടുകൂടിയായിരുന്നു? ഓപ്ഷൻസ്: യോഹന്നാനോടുകൂടെ, ദൈവത്തോടുകൂടെ, മനുഷ്യരോടുകൂടെ, യേശുവിനോടുകൂടെ. ഇതിന് ശരിയുത്തരം ദൈവത്തോടുകൂടെ. അടുത്ത ചോദ്യം: വചനം ആരായിരുന്നു എന്നാണ് 1-ാം വാക്യത്തിൽ പറയുന്നത്? ഓപ്ഷൻസ്: മനുഷ്യൻ, ദൈവം, യേശു, വെളിച്ചം. ഇതിന് ശരിയുത്തരം ദൈവം. അടുത്ത ചോദ്യം: സമസ്തവും ഉണ്ടായത് അവനിലൂടെയാണ്. അവനെ കൂടാതെ എന്ത് ഉണ്ടായിട്ടില്ല എന്നാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്? ഓപ്ഷൻസ്: ഒന്നും ഉണ്ടായിട്ടില്ല, മനുഷ്യൻ ഉണ്ടായിട്ടില്ല, ജീവൻ ഉണ്ടായിട്ടില്ല, വെളിച്ചം ഉണ്ടായിട്ടില്ല. ഇതിന് ശരിയുത്തരം ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്ത ചോദ്യം: വചനത്തിൽ ഉണ്ടായിരുന്ന ജീവൻ മനുഷ്യരുടെ എന്തായിരുന്നു? ഓപ്ഷൻസ്: വഴി, വെളിച്ചം, സത്യം, ആശ്രയം. ഇതിന് ശരിയുത്തരം വെളിച്ചം. അടുത്ത ചോദ്യം: വെളിച്ചം എവിടെയാണ് പ്രകാശിക്കുന്നത്? ലോകത്തിൽ, ഇരുളിൽ, ആകാശത്തിൽ, ഹൃദയത്തിൽ. ഇതിന് ശരിയുത്തരം ഇരുളിൽ. അടുത്ത ചോദ്യം: ഇരുളിന് വെളിച്ചത്തെ എന്തു ചെയ്യാൻ കഴിഞ്ഞില്ല? ഓപ്ഷൻസ്: ഇല്ലാതാക്കാൻ, മറയ്ക്കാൻ, കീഴടക്കാൻ, തടയാൻ. ഇതിന് ശരിയുത്തരം കീഴടക്കാൻ. അടുത്ത ചോദ്യം: ദൈവം അയച്ച മനുഷ്യന്റെ പേരെന്താണ്? ഓപ്ഷൻസ്: മോശ, യേശു, യോഹന്നാൻ, പത്രോസ്. ഇതിന് ശരിയുത്തരം യോഹന്നാൻ. അടുത്ത ചോദ്യം: യോഹന്നാൻ എന്തിനാണ് സാക്ഷ്യം നൽകാൻ വന്നത്? ഓപ്ഷൻസ്: വചനത്തിന്, വെളിച്ചത്തിന്, ജീവന്, യേശുവിന്. ഇതിന് ശരിയുത്തരം വെളിച്ചത്തിന്. അടുത്ത ചോദ്യം: യോഹന്നാൻ ആരായിരുന്നില്ല എന്നാണ് 8-ാം വാക്യം വ്യക്തമാക്കുന്നത്? ഓപ്ഷൻസ്: പ്രവാചകൻ, സാക്ഷി, വെളിച്ചം, മനുഷ്യൻ. ഇതിന് ശരിയുത്തരം വെളിച്ചം. അടുത്ത ചോദ്യം: ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്ന യഥാർത്ഥ വെളിച്ചം ആരെയാണ് പ്രകാശിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: യഹൂദരെ, പ്രപഞ്ചത്തെ, ലോകത്തെ, എല്ലാ മനുഷ്യരെയും. ഇതിന് ശരിയുത്തരം എല്ലാ മനുഷ്യരെയും. അടുത്ത ചോദ്യം: അവൻ ലോകത്തിലായിരുന്നു, ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, എങ്കിലും ലോകം അവനെ എന്തു ചെയ്തില്ല? ഓപ്ഷൻസ്: സ്വീകരിച്ചില്ല, അറിഞ്ഞില്ല, ബഹുമാനിച്ചില്ല, കണ്ടില്ല. ഇതിന് ശരിയുത്തരം അറിഞ്ഞില്ല. അടുത്ത ചോദ്യം: അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അവർ അവനെ എന്തു ചെയ്തു? ഓപ്ഷൻസ്: ക്രൂശിച്ചു, സ്വീകരിച്ചില്ല, ആരാധിച്ചു, മടക്കി അയച്ചു. ഇതിന്റെ ശരിയുത്തരം സ്വീകരിച്ചില്ല. അടുത്ത ചോദ്യം: തന്നെ സ്വീകരിച്ചവർക്കും തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും അവൻ എന്തിനുള്ള കഴിവ് നൽകി? ഓപ്ഷൻസ്: സമ്പന്നരാകാൻ, ദൈവമക്കളാകാൻ, പ്രവാചകന്മാരാകാൻ, ഭരണാധികാരികളാകാൻ. ഇതിന് ശരിയുത്തരം ദൈവമക്കളാകാൻ. അടുത്ത ചോദ്യം: വചനം എന്തായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ചു? ഓപ്ഷൻസ്: ആത്മാവായി, മാംസമായി, രാജാവായി, ന്യായപ്രമാണമായി. ഇതിന് ശരിയുത്തരം മാംസമായി. അടുത്ത ചോദ്യം: നമ്മൾ ദർശിച്ച അവന്റെ മഹത്വം കൃപയും സത്യവും നിറഞ്ഞതും ആരുടേതുമായിരുന്നു? ഓപ്ഷൻസ്: മോശയുടേത്, പ്രവാചകന്റേത്, പിതാവിന്റെ ഏകജാതന്റേത്, യോഹന്നാന്റേത്.
ഇതിന്റെ ശരിയുത്തരം പിതാവിന്റെ ഏകജാതന്റേത്. അടുത്ത ചോദ്യം, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന് സാക്ഷ്യം നൽകിയത് ആരാണ്? ഓപ്ഷൻസ്: മോശ, യേശു, യോഹന്നാൻ, വെളിച്ചം. ഇതിന്റെ ശരിയുത്തരം യോഹന്നാൻ. അടുത്ത ചോദ്യം, യോഹന്നാൻ പറയുന്നതനുസരിച്ച് തന്റെ പിന്നാലെ വരുന്നവൻ എന്തുകൊണ്ടാണ് തനിക്ക് മുൻപേ വലിയവനായത്? ഓപ്ഷൻസ്: അവൻ ശക്തനായിരുന്നതുകൊണ്ട്, യോഹന്നാന് മുൻപ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട്, അവൻ അത്ഭുതങ്ങൾ ചെയ്തതുകൊണ്ട്, അവൻ ദൈവപുത്രനായതുകൊണ്ട്. ഇതിന് ശരിയുത്തരം യോഹന്നാന് മുൻപ് തന്നെ അവൻ ഉണ്ടായിരുന്നതുകൊണ്ട്. അടുത്ത ചോദ്യം, അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം എന്ത് സ്വീകരിച്ചിരിക്കുന്നു? ഓപ്ഷൻസ്: നിയമങ്ങൾ, കൃപയ്ക്കുമേൽ കൃപ, അനുഗ്രഹങ്ങൾ, ജ്ഞാനം. ഇതിന് ശരിയുത്തരം കൃപയ്ക്കുമേൽ കൃപ. അടുത്ത ചോദ്യം, നിയമം ആരു വഴിയാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻസ്: അഹറോൻ വഴി, മോശ വഴി, യേശു ക്രിസ്തു വഴി, ദാവീദ് വഴി. ഇതിന് ശരിയുത്തരം മോശ വഴി. അടുത്ത ചോദ്യം, കൃപയും സത്യവും ഉണ്ടായത് ആരു വഴിയാണ്? ഓപ്ഷൻസ്: യോഹന്നാൻ വഴി, യേശു ക്രിസ്തു വഴി, മോശ വഴി, പ്രവാചകന്മാർ വഴി. ഇതിന് ശരിയുത്തരം യേശു ക്രിസ്തു വഴി. അടുത്ത ചോദ്യം, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്നതും ദൈവത്തെ വെളിപ്പെടുത്തിയതും ആരാണ്? ഓപ്ഷൻസ്: യോഹന്നാൻ, മോശ, ദൈവം തന്നെയായ ഏകജാതൻ, ദൂതന്മാർ. ഇതിന് ശരിയുത്തരം ദൈവം തന്നെയായ ഏകജാതൻ. അടുത്ത ചോദ്യം, യോഹന്നാൻ 1:14 അനുസരിച്ച് വചനത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് എന്തെല്ലാമാണ്? ഓപ്ഷൻസ്: ശക്തിയും പ്രതാപവും, കൃപയും സത്യവും, നീതിയും ന്യായവും, കരുണയും ക്ഷമയും. ഇതിന് ശരിയുത്തരം കൃപയും സത്യവും. അടുത്ത ചോദ്യം, വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: മോശയെ, യേശുവിനെ, യോഹന്നാനെ, പൗലോസിനെ. ഇതിന് ശരിയുത്തരം യോഹന്നാനെ. അടുത്ത ചോദ്യം, യോഹന്നാനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ പുരോഹിതന്മാരെയും ലേവ്യരെയും അയച്ചത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ്: നസ്രത്തിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന്, ബെത്ലഹേമിൽ നിന്ന്, ഗലീലയിൽ നിന്ന്. ഇതിന് ശരിയുത്തരം ജെറുസലേമിൽ നിന്ന്. അടുത്ത ചോദ്യം, പുരോഹിതന്മാരെയും ലേവ്യരെയും യോഹന്നാന്റെ അടുത്തേക്ക് അയച്ചത് ആരാണ്? ഓപ്ഷൻസ്: റോമാക്കാർ, യഹൂദർ, സമറിയക്കാർ, ഗലീലിക്കാർ. ഇതിന്റെ ശരിയുത്തരം യഹൂദർ. അടുത്ത ചോദ്യം, യഹൂദർ ചോദിച്ചപ്പോൾ ഞാൻ ആരല്ല എന്നാണ് യോഹന്നാൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചത്? ഓപ്ഷൻസ്: പ്രവാചകൻ, ഏലിയ, ക്രിസ്തു, സ്നാപകൻ. ഇതിന് ശരിയുത്തരം ക്രിസ്തു. അടുത്ത ചോദ്യം, താൻ ക്രിസ്തുവല്ലെന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ അവൻ ആരാണെന്നാണ് ആദ്യം ചോദിച്ചത്? ഓപ്ഷൻസ്: മോശയോ, ഏലിയായോ, ദാവീദോ, പ്രവാചകനോ. ഇതിന് ശരിയുത്തരം ഏലിയായോ. അടുത്ത ചോദ്യം, തങ്ങളെ അയച്ചവർക്ക് മറുപടി കൊടുക്കാൻ യോഹന്നാൻ നൽകിയ സാക്ഷ്യം ഏത് ദീർഘദർശിയുടെ പ്രവചനമാണ്? ഓപ്ഷൻസ്: ജെറമിയ, ഏശയ്യ, ദാനിയേൽ, ഏലിയ. ഇതിന് ശരിയുത്തരം ഏശയ്യ. അടുത്ത ചോദ്യം, യോഹന്നാന്റെ അടുത്തേക്ക് ആളുകളെ അയച്ചത് ഏതു കൂട്ടരായിരുന്നു എന്നാണ് യോഹന്നാൻ 1:24 വ്യക്തമാക്കുന്നത്? ഓപ്ഷൻസ്: സദൂക്കായർ, ഫരിസേയർ, നിയമജ്ഞർ, ഫരിസേയരും നിയമജ്ഞരും. ഇതിന് ശരിയുത്തരം ഫരിസേയർ. അടുത്ത ചോദ്യം, നിങ്ങൾ അറിയാത്ത ഒരുവൻ എവിടെയാണ് നിൽക്കുന്നത്? ഓപ്ഷൻസ്: നിങ്ങളുടെ മധ്യേ, നിങ്ങളുടെ ഇടയിൽ, ഇവിടെ, ജോർദാന്റെ അക്കരെ. ഇതിന് ശരിയുത്തരം നിങ്ങളുടെ മധ്യേ. അടുത്ത ചോദ്യം, യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന സ്ഥലം ഏതാണ്?
ഓപ്ഷൻസ്: ജെറുസലേം, ജോർദാന്റെ അക്കരെ ബഥാനിയ, ഗലീലിയിലെ കാന, ഗലീലി. ഇതിന് ശരിയുത്തരം ജോർദാന്റെ അക്കരെ ബഥാനിയ. അടുത്ത ചോദ്യം: യേശുവിനെ ആർക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യോഹന്നാൻ ജലത്താൽ സ്നാനം നൽകാൻ വന്നത്? ഓപ്ഷൻസ്: റോമക്കാർക്ക്, ഇസ്രയേലിന്, ഫരിസേയർക്ക്, യഹൂദർക്ക്. ഇതിന് ശരിയുത്തരം ഇസ്രായേലിന്. അടുത്ത ചോദ്യം: ആത്മാവ് എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത്? ഓപ്ഷൻസ്: അഗ്നിജ്വാല പോലെ, മേഘം പോലെ, പ്രാവിനെ പോലെ, മിന്നൽ പോലെ. ഇതിന് ശരിയുത്തരം പ്രാവിനെ പോലെ. അടുത്ത ചോദ്യം: ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് കാണുന്നുവോ അവൻ എന്തുകൊണ്ടാണ് സ്നാനം നൽകുന്നത്? ഓപ്ഷൻസ്: ജലം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട്, തൈലം കൊണ്ട്, വചനം കൊണ്ട്. ഇതിന്റെ ശരിയുത്തരം പരിശുദ്ധാത്മാവ് കൊണ്ട്. അടുത്ത ചോദ്യം: ആത്മാവ് പ്രാവിനെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടതിന് ശേഷം യോഹന്നാൻ യേശുവിനെ കുറിച്ച് എന്താണ് സാക്ഷ്യപ്പെടുത്തിയത്? ഓപ്ഷൻസ്: ഇവൻ വലിയ പ്രവാചകനാണ്, ഇവൻ ദൈവപുത്രനാണ്, ഇതാ ലോകത്തിന്റെ കുഞ്ഞാട്, ഇവനാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവൻ. ഇതിന് ശരിയുത്തരം ഇവൻ ദൈവപുത്രനാണ്. അടുത്ത ചോദ്യം: യോഹന്നാൻ 1:25 ഫരിസേയരുടെ ചോദ്യം ഏതെല്ലാം വ്യക്തികളെ അടിസ്ഥാനമാക്കിയായിരുന്നു? ഓപ്ഷൻസ്: മോശ, അഹറോൻ, ദാവീദ്, ക്രിസ്തു, ഏലിയ, പ്രവാചകൻ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇതിന്റെ ശരിയുത്തരം ക്രിസ്തു, ഏലിയ, പ്രവാചകൻ. അടുത്ത ചോദ്യം: യോഹന്നാൻ തന്റെ എത്ര ശിഷ്യന്മാരോട് കൂടെ നിൽക്കുമ്പോഴാണ് യേശു നടന്നു വരുന്നത് കണ്ടത്? ഓപ്ഷൻസ്: 3 പേർ, 2 പേർ, 12 പേർ, 4 പേർ. ഇതിന്റെ ശരിയുത്തരം 2 പേർ. അടുത്ത ചോദ്യം: യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ യേശുവിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: ഇതാ ഇസ്രായേലിന്റെ രാജാവ്, ഇതാ മഹാനായ ഗുരു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ മനുഷ്യപുത്രൻ. ഇതിന് ശരിയുത്തരം ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അടുത്ത ചോദ്യം: തന്റെ പിന്നാലെ വരുന്ന ശിഷ്യരോട് യേശു ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഓപ്ഷൻസ്: നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? നിങ്ങൾ എന്തന്വേഷിക്കുന്നു? നിങ്ങൾ ആരാണ്? എന്നെ അനുഗമിക്കുക. ഇതിന് ശരിയുത്തരം നിങ്ങൾ എന്തന്വേഷിക്കുന്നു. അടുത്ത ചോദ്യം: റബ്ബി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: രക്ഷകൻ, പ്രവാചകൻ, ഗുരു, പുരോഹിതൻ. ഇതിന് ശരിയുത്തരം ഗുരു. അടുത്ത ചോദ്യം: അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു നൽകിയ മറുപടി എന്തായിരുന്നു? ഓപ്ഷൻസ്: നസ്രത്തിലാണ്, വന്നു കാണുക, സ്വർഗത്തിൽ, പിതാവിന്റെ സന്നിധിയിൽ. ഇതിന് ശരിയുത്തരം വന്നു കാണുക. അടുത്ത ചോദ്യം: ശിഷ്യന്മാർ യേശു വസിക്കുന്നിടം കാണുകയും അവനോടുകൂടി താമസിക്കുകയും ചെയ്തപ്പോൾ സമയം ഏകദേശം എത്രയായിരുന്നു? ഇതിന് ശരിയുത്തരം 6 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂർ, 1 മണിക്കൂർ. ഇതിന് ശരിയുത്തരം 10 മണിക്കൂർ. അടുത്ത ചോദ്യം: യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരാൾ ആരായിരുന്നു? ഓപ്ഷൻസ്: ഫിലിപ്പോസ്, അന്ത്രയോസ്, നഥാനയേൽ, പത്രോസ്. ഇതിന് ശരിയുത്തരം അന്ത്രയോസ്. അടുത്ത ചോദ്യം: അന്ത്രയോസ് ആരുടെ സഹോദരനായിരുന്നു? ഓപ്ഷൻസ്: യാക്കോബിന്റെ, ശിമിയോൻ പത്രോസിന്റെ, ഫിലിപ്പോസിന്റെ, യോഹന്നാന്റെ. ഇതിന് ശരിയുത്തരം ശിമിയോൻ പത്രോസിന്റെ. അടുത്ത ചോദ്യം: യോഹന്നാൻ 1:41 അനുസരിച്ച് മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: ഏലിയ, ക്രിസ്തു, ദൈവപുത്രൻ, പ്രവാചകൻ. ഇതിന് ശരിയുത്തരം
ക്രിസ്തു. അടുത്ത ചോദ്യം, യേശു ശിമിയോനെ നോക്കി നീ ആരുടെ പുത്രനാണ് എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: സെബദിയുടെ, യോഹന്നാന്റെ, ജോസഫിന്റെ, യാക്കോബിന്റെ. ഇതിന് ശരിയുത്തരം യോഹന്നാന്റെ. അടുത്ത ചോദ്യം, യേശു ശിമിയോന് നൽകിയ പുതിയ പേര് എന്തായിരുന്നു? ഓപ്ഷൻസ്: ബോവനർഗേസ്, പൗലോസ്, കേപ്പ, തദേവൂസ്. ഇതിന് ശരിയുത്തരം കേപ്പ. അടുത്ത ചോദ്യം, കേപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ്: വെളിച്ചം, പാറ, ജീവൻ, സത്യം. ഇതിന് ശരിയുത്തരം പാറ. അടുത്ത ചോദ്യം, യോഹന്നാൻ 1:43 ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ യേശു ആരെയാണ് കണ്ടത്? ഓപ്ഷൻസ്: നഥാനിയേലിനെ, പീലിപ്പോസിനെ, മത്തായിയെ, അന്ത്രയോസിനെ. ഇതിന് ശരിയുത്തരം പീലിപ്പോസിനെ. അടുത്ത ചോദ്യം, പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് എന്താണ് ആവശ്യപ്പെട്ടത്? ഓപ്ഷൻസ്: സ്നാനം സ്വീകരിക്കുക, വഞ്ചി ഒരുക്കുക, പോയി പ്രസംഗിക്കുക, എന്നെ അനുഗമിക്കുക. ഇതിന് ശരിയുത്തരം എന്നെ അനുഗമിക്കുക. അടുത്ത ചോദ്യം, പീലിപ്പോസ് ഏത് പട്ടണത്തിൽ നിന്നുള്ളവനായിരുന്നു? ഓപ്ഷൻസ്: നസ്രത്ത്, കാന, ബെത്സൈദ, കഫർനാം. ഇതിൽ ശരിയുത്തരം ബെത്സൈദ. അടുത്ത ചോദ്യം, പീലിപ്പോസിനെ കൂടാതെ ബെത്സൈദ പട്ടണത്തിൽ നിന്നുള്ളവരായി വാക്യം 44 പരാമർശിക്കുന്ന മറ്റ് ശിഷ്യന്മാർ ആരെല്ലാമാണ്? ഓപ്ഷൻസ്: യാക്കോബും യോഹന്നാനും, ശിമിയോനും യൂദാസും, തോമസും മത്തായിയും, അന്ത്രയോസും പത്രോസും. ഇതിന് ശരിയുത്തരം അന്ത്രയോസും പത്രോസും. അടുത്ത ചോദ്യം, പീലിപ്പോസ് ആരെ കണ്ടാണ് യേശുവിനെ കുറിച്ച് സംസാരിച്ചത്? ഓപ്ഷൻസ്: ശിമിയോനെ, നഥാനിയേലിനെ, യോഹന്നാനെ, മത്തായിയെ. ഇതിന് ശരിയുത്തരം നഥാനിയേലിനെ. അടുത്ത ചോദ്യം, പീലിപ്പോസ് യേശുവിനെ നഥാനിയേലിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: ദാവീദിന്റെ പുത്രനായ യേശു, ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ യേശു, അബ്രാഹത്തിന്റെ സന്തതിയായ യേശു. ഇതിന് ശരിയുത്തരം ജോസഫിന്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശു. അടുത്ത ചോദ്യം, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻസ്: പത്രോസ്, നഥാനിയേൽ, അന്ത്രയോസ്, തോമസ്. ഇതിന് ശരിയുത്തരം നഥാനിയേൽ. അടുത്ത ചോദ്യം, നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ, ഇതാ വലിയൊരു പ്രവാചകൻ, ഇതാ എൻ്റെ ഒന്നാമത്തെ ശിഷ്യൻ, ഇതാ വലിയ ഭക്തനായ മനുഷ്യൻ. ഇതിന് ശരിയുത്തരം ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അടുത്ത ചോദ്യം, അത്തിമരത്തിന്റെ ചുവട്ടിൽ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ച നഥാനിയേലിനോട് ഇതിനേക്കാൾ എന്ത് കാണുമെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻസ്: വലിയ അത്ഭുതങ്ങൾ, വലിയ കാര്യങ്ങൾ, വലിയ അടയാളങ്ങൾ, വലിയവ. ഇതിന് ശരിയുത്തരം വലിയ കാര്യങ്ങൾ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി.